എവ്രിവൺ. അപ്പോൾ ഇത് വൈകുന്നേരത്തെ തന്നെയാണ്, സൺഡേ. സ്വസ്ഥമായിട്ട് ചായ കുടിക്കുമ്പോഴാണ് ഒരു സംഭവം സംഭവിച്ചത്. ഇങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഈ കണ്ടം വഴി ഓടുക എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടം വഴി ഓടുക. പക്ഷെ ഞാൻ കണ്ടം വഴിയല്ല ഓടിയത്, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് ഓടിയത്. സംഭവം വേറെ ഒന്നുമല്ല, അതിഭയങ്കരമായ ശക്തമായ മഴ പെയ്യാൻ പോകുമെന്ന് തോന്നിയപ്പോൾ കുറേ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, നനഞ്ഞു പോകാതിരിക്കാൻ ഓടിയ ഓട്ടമാണ്. ഇനി മഴയല്ല, ഇടിനാശമല്ല, ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ചായ വിട്ടൊരു കളിയില്ല ഗൈസ്. ഞാൻ പിന്നെ അതെല്ലാം പെറുക്കി വെച്ചിട്ട്, ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം സ്പീഡിലെടുത്തിട്ട് ഞാൻ പിന്നെയും വന്നിരുന്ന് പോസ് അടിച്ച് സ്വസ്ഥമായിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോഴാണ് ക്യാമറ ഓണാണ് എന്നറിയാതെ ഒരാൾ ഒന്ന് തട്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എന്നോട് ചോദിക്കും, നീ എന്താ കട്ട് ചെയ്യാഞ്ഞത്? എന്തായാലും എനിക്ക് കട്ട് ചെയ്യാനുള്ള ഉദ്ദേശമില്ല. പിന്നെ നമ്മുടെ ഗുളമായി കിടന്ന വഴി ഇപ്പോൾ നല്ല അടിപൊളിയായി. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വഴി ഒന്ന് സെറ്റാക്കണം എന്ന്. അങ്ങനെ അതെന്തായാലും സെറ്റായി. അങ്ങനെ പിന്നെ നമ്മൾ കുളിച്ച് കുറി തൊട്ട്. കൃതിക ഇങ്ങനെ കുറി തൊടുന്നതിന് ചന്തക്കുറി എന്നാണ് ഗൈസ് പറയുന്നത്, ചന്ദനക്കുറി എന്ന് പറയുന്നതാണ്, അറിയത്തില്ലല്ലോ കൊച്ചുകുട്ടിയല്ലേ. പിന്നെ ഞാൻ എന്താ കഥയിൽ ഓം എഴുതി, ആന്ധ്രയിലായിരുന്നപ്പോൾ എഴുതുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവിടെ നമ്മുടെ കയറി വരുന്ന പടിയിൽ മഞ്ഞളും കുങ്കുമവും ഒക്കെ ഇടും, മാവെല്ല തൂക്കിയിടും. നമ്മുടെ നാട്ടിൽ അതൊന്നും ചെയ്യാറില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത എല്ലാവരും എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ സ്ഥിരം എൻ്റെ വിളക്ക് തേക്കുന്ന സ്പോട്ടായിരുന്നു അത്, ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ. പിന്നെ വിളക്കൊക്കെ തേച്ചിട്ട് വന്നപ്പോൾ കുറച്ച് തെച്ചിപ്പൂവും പിച്ചി, പിന്നെ മന്ദാരം ഉണ്ട്, 2 മന്ദാരപ്പൂവും കൂടെ പിച്ചാൻ വന്നപ്പോൾ അപ്പുറത്ത് കാണുന്ന വീട് രായമ്മയുടെ വീടാണ് കേട്ടോ. രായമ്മയായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടാണ്, പൂ ഒരെണ്ണേ പിച്ചുള്ളൂ, പക്ഷെ അവിടെ ഇന്ന് കുറച്ച് നേരം കത്തിയടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രായമ്മ എന്തോ ചെടിയൊക്കെ വെട്ടണം. അപ്പം എൻ്റെ അടുത്ത് റോസായുടെ കമ്പൊക്കെ വേണമെന്ന് ചോദിക്കണം. നേരത്തെ എനിക്ക് ചെടിയെ ഭയങ്കരമായൊരു അഗാധമായ ഭ്രാന്തുണ്ടായിരുന്നു. പക്ഷെ അതെന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് എൻ്റെ കുറേ ചെടികൾ നശിച്ചു പോയത്. അപ്പോൾ ഇനി എൻ്റെ പ്രോപ്പർട്ടീസ് വലുതായിട്ട് വേണം ചെടികളിലേക്ക് തിരിയാൻ. അങ്ങനെ എല്ലാം തൂത്ത് സെറ്റാക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ദാഹിച്ചു ഗൈസ്, ദാഹിച്ചു. ഞാൻ പിന്നെ കാർത്തിക്കുള്ളതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡൊക്കെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് തന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം വിളക്ക് കത്തിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നല്ലത് വരട്ടെ, സ്നേഹം പരക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.